Hi everyone, good evening. Welcome to my channel. സോ ഇന്നത്തെ ദിവസം നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് എല്ലാവർക്കും തന്നെ കിട്ടിയായിരുന്നു. സോ ഇന്ന് എനിക്കും ട്രേഡ് ഉണ്ടായിരുന്നു. ഒരു 8%ഓളം 8.5%ഓളം എനിക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. സോ അതുപോലെ നിങ്ങൾക്കും എല്ലാവർക്കും പ്രോഫിറ്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ഏതൊക്കെയായിരുന്നു നമുക്ക് സപ്പോർട്ടിംഗ് സോൺ ആയിട്ട് വന്നേക്കുന്നതും നാളത്തെ ഏതൊക്കെയായിരിക്കും സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത്. ഇന്നത്തെ മാർക്കറ്റ് നോക്കുമ്പോൾ സൂപ്പർ ബുള്ളിഷ് മാർക്കറ്റ് ആയിരുന്നു. സോ നാളെയും ഇതുപോലെ തന്നെ നമുക്ക് ഗ്യാപ്പ് അപ്പും നല്ല ബുള്ളിഷ് മാർക്കറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിന്റെ ഒരു വോളിയം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ ചാർട്ട് ഇത് 50 മിനിറ്റ്സിന്റെ ചാർട്ടാണ്. സോ ഇതിന്റെ 50 മിനിറ്റ്സിന്റെ ചാർട്ടിന്റെ പാറ്റേൺ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നാളെ സൂപ്പർ ബുള്ളിഷ് ആയിട്ടിരിക്കുന്ന ഒരു നാളെയും ഇനി ഡേ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. കാരണം എല്ലാ സെക്ടേഴ്സും തന്നെ നമുക്ക് പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് എക്സെപ്റ്റ് ഐ ടി നമുക്ക് ഇന്ന് നെഗറ്റീവ് ആയിരുന്നു. ബാക്കിയുള്ള എല്ലാ സെക്ടേഴ്സും തന്നെ നല്ല സൂപ്പർ ബുള്ളിഷ് ആയിരുന്നു ഇന്നത്തെ ദിവസം. സോ അത് കാരണം നാളെയും നമുക്ക് ഇതുപോലെ തന്നെ ബുള്ളിഷ് മാർക്കറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ ഇത് ഈ ഓൾ ടൈം ഹൈ ബ്രേക്കിംഗ് ചെയ്യും. ഓക്കെ, സോ നമുക്കിപ്പം നിഫ്റ്റിയുടെ ഇൻഡെക്സ് ചാർട്ട് നമുക്കിപ്പോൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ, അപ്പം ആദ്യത്തെ ഒരു 10 മണിക്ക് തന്നെ മാർക്കറ്റ് ഇവിടെ ഒരു സപ്പോർട്ട് റീജിയൻ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് റീജിയൻ ഞാൻ ഓൾറെഡി ഇതിന്റെ ലെവൽസ് ഒക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കാം വീഡിയോ ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ട്. സോ ഇപ്പൊ നമുക്ക് ലെവൽസ് ഒന്ന് കാണുവാണെങ്കിൽ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് മാർക്കറ്റ് 10 മണി തൊട്ട് 11 മണി വരെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലായിരുന്നു അത് കൺസോൾട്ടേറ്റ് ചെയ്തതും. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിലായിരുന്നു അത് സപ്പോർട്ട് എടുത്ത് വീണ്ടും അടുത്ത ഒരു സെക്കൻഡ് ലെവലിലോട്ട് മാർക്കറ്റ് പോയത്. സോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് വീണ്ടും മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തത്. സോ ഇവിടെ ഒരു നല്ല ഒരു ബൈയിങ് സോൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 677 തൊട്ട് 697 എന്ന് പറയുന്ന റേഞ്ച് അത് ആക്ച്വലി നല്ല ഒരു ബൈയിങ് റേഞ്ച് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 732 തൊട്ട് 751. ആക്ച്വലി നമുക്ക് എപ്പോഴും ഒരു ബൈയിങ് സോൺ അല്ലെങ്കിൽ സെല്ലിംഗ് സോൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു റേഞ്ച് ആയിരിക്കും നമ്മൾ പറയുന്നത്. ഒന്നെങ്കിൽ 20 പോയിന്റ്സ് അല്ലെങ്കിൽ 50 പോയിന്റ്സ്. ബാങ്കിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ 50 പോയിന്റ്സ് അല്ലെങ്കിൽ 100 പോയിന്റ്സിന്റെ ഒക്കെ ആയിരിക്കും നമുക്ക് റേഞ്ച് വരുന്നത്. അപ്പൊ ആ ഒരു റേഞ്ചിലോട്ട് വരുമ്പോഴായിരിക്കും വീണ്ടും അടുത്ത ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ ഒരു ഫോൾ വരാൻ സാധ്യതയുള്ളത്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആ ഒരു റേഞ്ചിലോട്ട് വരുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കോഷ്യസ് ആയിട്ട് നിൽക്കേണ്ടത് എന്ന് വെച്ചാൽ ആ ഒരു റേഞ്ചിലോട്ട് വരുമ്പോഴത്തേക്കിന് നമ്മൾ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ വീണ്ടും മാർക്കറ്റ് അവിടെ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറുമോ എന്നുള്ളത്, ആ ഒരു ട്രെൻഡ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് സോൺ, ഈ പറയുന്ന റെസിസ്റ്റൻസ് സോണിൽ മാർക്കറ്റ് എത്തുവാണെങ്കിൽ അവിടുന്ന് വീണ്ടും ഒരു താഴോട്ട് വീഴാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതും കൂടെ നമുക്ക് ആ ഒരു റേഞ്ചിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു റേഞ്ചുകളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. സോ ഇന്നത്തെ ഇൻട്രാഡേയിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് രണ്ട് സ്ഥലത്തായിരുന്നു ബൈങ് റേഞ്ച് ക്രിയേറ്റ് ചെയ്തത്. ആ ബൈങ് റേഞ്ചിൽ തന്നെയായിരുന്നു മാർക്കറ്റ് 2 തവണ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തത്. ആദ്യത്തെ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് എന്ന് പറഞ്ഞത് 12.4 അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് അവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് 20 EMA സപ്പോർട്ട് എടുത്തിട്ടാണ് വീണ്ടും മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഇന്ന് 21,800 വരെ മാർക്കറ്റ് ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് 21,800 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി നാളത്തെ കാര്യം എന്ന് പറയുന്നത്, നാളെ എന്തായാലും മാർക്കറ്റ് ഇത് നല്ല സൂപ്പർ ബുള്ളിഷ് ആണ് മാർക്കറ്റ്. സോ നാളെ വീണ്ടും നമുക്ക് ഒരു ഓൾ ടൈം ഹൈ കൂടെ ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മാർക്കറ്റ് തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ലെവലുകൾ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ളത് വേണം നമുക്ക് നോക്കാൻ. അപ്പൊ ഈ ഒരു ലെവലിലായിരിക്കണം നമുക്ക് മെയിൻ ഫോക്കസ്. ഈ ഒരു ലെവൽ വരുമ്പോൾ വീണ്ടും മാർക്കറ്റ് ഒരു പുൾ ബാക്കിനുള്ള സാധ്യതകൾ കൂടുതലാണ് നാളെ. ഇനി അഥവാ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആകാനുള്ള സാധ്യതകൾ തീരെ കുറവാണ്. അപ്പൊ ഇൻ കേസ് ഇനി നമുക്ക് എന്തായാലും ഒരു സെക്കൻഡ് പ്ലാൻ കൂടെ നമുക്ക് വേണമല്ലോ. വരുമ്പോൾ നമുക്ക് ഈ റേഞ്ചിലായിരുന്നു നാളെ മാർക്കറ്റ് ഓപ്പൺ ആകാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ച് ആയിരിക്കും നമുക്ക് നാളെ ഇതൊരു സപ്പോർട്ട് റേഞ്ച് ആയിട്ട് നമുക്കിത് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഓൾമോസ്റ്റ് സിമിലർ ഒബ്സർവേഷൻ തന്നെയാണ് നമുക്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിലുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ വേറെ ഒരു സപ്പോർട്ട് റീജിയൻ കൂടെ ഞാൻ ആക്ച്വലി ഇതിനകത്ത് ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് റെസിസ്റ്റൻസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്, കാരണം മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് റെസിസ്റ്റൻസ് ഒന്നും ഇല്ല. പിന്നെ ഇന്നലത്തെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 21533 505 തൊട്ട് 21533 ഈ ഒരു റേഞ്ചും ഒരു സപ്പോർട്ട് റീജിയൻ ആണ്. സോ മാർക്കറ്റ് ഇനി ഫോൾ ആണ് വരുന്നതെങ്കിൽ ഒന്നെങ്കിൽ ഇതായിരിക്കും ഫസ്റ്റ് സപ്പോർട്ട് സോൺ, അല്ലെങ്കിൽ രണ്ടാമത്തെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടായിരിക്കും വീണ്ടും അടുത്ത ഒരു പുൾ ബാക്കിനുള്ള സാധ്യതകൾ കൂടുതലുള്ളത്. ഓക്കെ, ഇനി നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ നമുക്ക് നോക്കുവാണെങ്കിലും സെയിം ഒബ്സർവേഷൻ തന്നെയാണ് നമുക്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിലുള്ളത്. ഇത് രണ്ട് സപ്പോർട്ട് സോൺ ഉണ്ട്. സോ ഇതിന്റെ വാല്യൂസ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഫ്യൂച്ചേഴ്സ് ആയതുകൊണ്ട്. സോ ഇതൊക്കെ
ആയിരിക്കും നമുക്ക് ഒരു ഫസ്റ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 733 തൊട്ട് 756 വരെയും, സെക്കൻഡ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 682 തൊട്ട് 707 വരെയും, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 200 പോയിന്റ് താഴെയാണ് അടുത്ത സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 526 തൊട്ട് 5551. ഓക്കെ, ഈ ഒരു 3 സപ്പോർട്ട് സോൺ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതിയാവും. ഓക്കെ, സോ ഈ മാർക്കറ്റ് നാളെ മേളിലോട്ട് ഒരു ട്രെൻഡ് ആണ് കാണിക്കുന്നതെങ്കിൽ അടുത്തൊരു പുൾ ബാക്കിന്റെ സാധ്യത ഇവിടെ വന്നിട്ടായിരിക്കും തിരിച്ച് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും തിരിച്ചു കയറാൻ പോകുന്നത്. ഓക്കെ, സോ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമുക്ക് നിഫ്റ്റി, ബാങ്കും എല്ലാ ഇൻഡെക്സും തന്നെ നമുക്ക് നല്ല പെർഫോമിംഗ് ആയിരുന്നു എക്സെപ്റ്റ് ഐ ടിയിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു, ഒരു നെഗറ്റിവിറ്റി ആണ് ഇന്ന് ഐ ടിയിൽ കാണിച്ചത്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്സും തന്നെ നമുക്ക് ചെറിയൊരു നെഗറ്റിവിറ്റി ആയിരുന്നു കാണിച്ചത് എക്സെപ്റ്റ് പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോക്കിന് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം തന്നെ നെഗറ്റീവ് ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത് ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഞാൻ ഇതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ ഞാൻ വരച്ചിട്ടിട്ടുണ്ട്, എന്ന് വെച്ചാൽ വീഡിയോ ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ട്. സോ ഇന്നത്തെ ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ഇതായിരുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 362 തൊട്ട് 420 വരെയുള്ള റേഞ്ചും 459 തൊട്ട് 510 വരെയുള്ള റേഞ്ചും. ഓക്കെ, സോ ഇന്നും മാർക്കറ്റ് തുടക്കത്തിൽ തന്നെ നമുക്ക് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം ഇവിടെ ആക്ച്വലി അത്യാവശ്യം ഒരു സെല്ലേഴ്സ് ഉള്ള ഒരു റീജിയൻ ആണ്. സോ ഇത് നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് നാളെ ഇത് ആക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, സോ ഇനി നിഫ്റ്റിയും ബാക്കിയുള്ള ഇൻഡെക്സും എല്ലാം തന്നെ നമുക്ക് നാളെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ റെസിസ്റ്റൻസ് സോണും നാളെ അത് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ ഇനി സൈഡ് വേസ് ആണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇത് നമുക്ക് റെസിസ്റ്റൻസ് സോൺ ആണ്, നമുക്ക് റെസിസ്റ്റൻസ് സോൺ ആയിട്ട് നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇതിന്റെ ഒരു ഇത് എടുക്കാൻ ഈ ഒരു ലെവലിൽ തന്നെ ഞാൻ കൺസിഡർ ചെയ്യാനുള്ള കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് മാർക്കറ്റ് പലതവണ ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു കയറിയിട്ടുള്ള ഒരു ലെവലുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഈ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് മാർക്കറ്റ് പലതവണ വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ ഈ ഒരു ഈ രണ്ട് സോണും തന്നെ നമുക്ക് നല്ല ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ ഇതല്ല ഇനി വീണ്ടും മാർക്കറ്റ് ഫോൾ ആണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ചിലപ്പം ഒരു 47,915 തൊട്ട് 48,018 വരെ, എന്ന് വെച്ചാൽ 100 പോയിന്റിന്റെ റേഞ്ച് ആണ് ഇവിടുത്തെ ബൈങ് സോൺ. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് ബാങ്കിലോട്ട് പോകുമ്പോൾ 50 to 100 പോയിന്റ്സ് ഒക്കെ ആയിരിക്കും, 100 പ്രൈസിന്റെ റേഞ്ച് ആയിരിക്കും നമുക്ക് ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് നമുക്ക് വരിക. ഓക്കെ, സോ ഇതായിരിക്കും അടുത്ത തേർഡ് സപ്പോർട്ട് സോൺ ആയിട്ട് നമുക്ക് വരിക. ഇത് ആക്ച്വലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിന്റെ ചാർട്ടാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സിന്റെ ചാർട്ടാണ്. ഇനി അതായത് ഇൻഡെക്സിന്റെ ചാർട്ട് നോക്കുവാണെങ്കിൽ സെയിം ഒബ്സർവേഷൻ തന്നെയാണ്, നമുക്ക് ചില വ്യത്യാസം ഇപ്പം വാല്യൂസിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതിന്റെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഫസ്റ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 425 തൊട്ട് 473 വരെയും, സെക്കൻഡ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 367 തൊട്ട് 406 വരെയും, പിന്നെ തേർഡ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 897 തൊട്ട് 953 വരെയാണ്. സോ ഈ ലെവൽസിലൊക്കെ നിങ്ങൾ കുറച്ച് കോഷ്യസ് ആയിട്ടിരിക്കുക. സോ മാർക്കറ്റ് ആ ഒരു ലെവലുകളിലൊക്കെ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മാർക്കറ്റ് വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകൾ നാളെ ഉണ്ടാകാം. കാരണം ബാങ്കിൽ മാത്രമേ നമുക്കൊരു ചെറിയൊരു ഇത് ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുള്ളൂ, നിഫ്റ്റിയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. സോ നിഫ്റ്റി നാളെ ബുള്ളിഷ് ആണെങ്കിൽ മാർക്കറ്റിൽ ഈ റെസിസ്റ്റൻസ് ഒന്നും സപ്പോർട്ട് ചെയ്യത്തില്ല, ചിലപ്പോൾ മാർക്കറ്റ് ഇതും ബാങ്ക് നിഫ്റ്റിയും കൂടെ ബ്രേക്ക് ചെയ്തിട്ട് മേളിലോട്ട് കയറാം. ഓക്കെ, സോ വേറെ ഒരു ഒബ്സർവേഷൻ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രീവിയസ് ലോവിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ പ്രീവിയസ് ലോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ നമ്മുടെ സപ്പോർട്ട് സോൺ ആയിരുന്നു, 362 തൊട്ട് 421 എന്ന് പറഞ്ഞ സപ്പോർട്ട് സോൺ ആയിരുന്നു. സോ ആ ഒരു ലോണെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ സ്റ്റിൽ ആ ഒരു ബുള്ളിഷ്നെസ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇനി അടുത്ത് നമുക്ക് ഒരു നിഫ്റ്റി ഐ ടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ, ഓക്കെ, നിഫ്റ്റി ഐ ടിയിൽ ഫസ്റ്റ് ഇത് ഈ റെസിസ്റ്റൻസ് സോൺ ഞാൻ കളയുവാണ്. ഓക്കെ, EMI കൂടെ ഹൈഡ് ചെയ്ത് വെക്കാം. സോ നമുക്കിനി ഡേ വൈസ് ട്രെൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നീട് ഫുള്ളും തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു റിജക്ഷൻ ആണ് നമുക്ക് വരുന്നത്. സോ നമുക്ക് അപ്പം ചെക്ക് ചെയ്യേണ്ട റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു സോണാണ്. ഓക്കെ, സോ ഈ ഒരു സോൺ എന്ന് പറഞ്ഞായിരിക്കും നമ്മുടെ ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്.
ഓക്കെ, ഇതായിരിക്കും നമ്മുടെ റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്കിപ്പം 15 മിനിറ്റ്സ് ചാർട്ടിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് സോണിൽ മാർക്കറ്റ് പലതവണയായിട്ട് വന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോണാണ്. അപ്പൊ മൾട്ടിപ്പിൾ ടൈംസ് സെയിം സോണിൽ തന്നെ വന്ന് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവിടെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഒരു ട്രെൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു ആക്ച്വലി നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷനും കൂടെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, ഇതൊരു മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ടാണ് പോകുന്നത്. സോ ഇന്നത്തെ ഒരു ഇൻട്രാഡേയുടെ നോക്കുവാണെങ്കിൽ ഒരു 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 ചെറിയൊരു റേഞ്ചിലായിരുന്നു മാർക്കറ്റ് ഇന്ന് ഫുൾ ടൈം കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ഈ ഒരു റേഞ്ചിലായിരുന്നു മാർക്കറ്റ് ഇന്ന് കൺസോൾട്ടേറ്റ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 230 പോയിന്റ്സിലായിരുന്നു മാർക്കറ്റ് ഇന്ന് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇവിടെ ഹ്യൂജ് ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യും. സോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കൺസോൾട്ടേഷൻ ഫേസ് വരുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് ചിലപ്പോൾ നാളെ മാർക്കറ്റ് നമുക്ക് ഒരു നിഫ്റ്റി ഐ ടിയിലും കൂടെ നമുക്കൊരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരു കാരണം മാർക്കറ്റ് ട്രെൻഡ് ലൈനിനെ സപ്പോർട്ട് പലതവണയായിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് സോണിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെൻഡ് ലൈനിനെയും കൂടെ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിച്ച് കയറുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഒരു 15 മിനിറ്റ്സിൽ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇതിന്റെ ഒരു ബൈയിങ് സോൺ എന്ന് പറഞ്ഞ് നോക്കുവാണെങ്കിൽ ബൈയിങ് സോൺ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ലോ തന്നെയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഇത് ഇതായിരുന്നു ഇന്നത്തെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ്. ഓക്കെ, സോ മാർക്കറ്റ് ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ലോ 10:30 ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റ് ആ ഒരു ലോ ക്രിയേറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ സെയിം ലോയിൽ തന്നെയാണ് മാർക്കറ്റ് വീണ്ടും വന്നിട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയിരിക്കുന്നത്. സോ ലോ ബ്രേക്ക് ചെയ്യാത്ത സ്ഥിതിക്ക് ഈ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസ് അല്ലെങ്കിൽ ബുള്ളിഷ് എന്ന് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ബിയറിഷ് ആകാനുള്ള സാധ്യതകൾ തീരെ കുറവാണ്. പിന്നെ ഈ ഒരു മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കുവാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് വീണ്ടും മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ വന്ന് ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് ഒരു ഫോൾ ഉണ്ടാവുക. ഫോൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം ഇതൊരു ഒരു ട്രയാങ്കിൾ പാറ്റേണിലാണ് ഇത് ഫോം ചെയ്തേക്കുന്നതും അതുപോലെ തന്നെ മേളിലത്തെ റെസിസ്റ്റൻസ് സോണിൽ പലതവണ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇത് ചിലപ്പം ഇവിടെ ഒരു ചെറിയൊരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് നല്ലപോലെ ഹ്യൂജ് കൺസൾട്ടേഷൻ ആയിരുന്നു. ഓക്കെ, സോ അപ്പൊ നാളെ ചിലപ്പം ഈ നാളെയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചകളിലൊക്കെ ആയിട്ട് നിഫ്റ്റി ഐ ടിയും കൂടെ ബ്രേക്ക് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ ഓൾ ടൈം ഹൈ. സോ ഇത് ഞാൻ മാർക്ക് ചെയ്ത് വെക്കാം. ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 36132 ഇതായിരുന്നു നമ്മുടെ ഓൾ ടൈം ഹൈ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ 3 ഇൻഡെക്സിലുള്ള ഒബ്സർവേഷൻ. ഓക്കെ, സോ ഇനി അടുത്ത മേജർ സ്റ്റോക്ക് ആയിട്ടുള്ള റിലയൻസിന്റെ സ്റ്റോക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ റിലയൻസിന്റെ ഓപ്പണിംഗ് വന്നപ്പോൾ ഇത് റിലയൻസിന്റെ ഫ്യൂച്ചർ ചാർട്ടാണ്. സോ റിലയൻസിന്റെ ഇത് ഇന്ന് രാവിലത്തെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തെന്ന് പറയുന്നത് 2600 ഇന്ന് ലോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. 2606 ഇന്ന് ലോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ അവിടെ നമുക്കൊരു സപ്പോർട്ട് സോൺ ഒരെണ്ണം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സപ്പോർട്ട് സോണിൽ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടാണ് തിരിച്ച് മേളിലോട്ട് കയറിയിട്ടുള്ളത്. സോ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ബുള്ളിഷ് സെന്റിമെന്റ് തന്നെയാണ് മാർക്കറ്റിനുള്ളത്. ഇതിന്റെ ഒരു വീക്ക്ലി പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 2595 എന്ന് പറയുന്ന ലെവൽ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ലെവലായിരുന്നു. കാരണം മാർക്കറ്റ് കഴിഞ്ഞ 25th ഒക്ടോബർ തൊട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. 25th ഒക്ടോബറിന് ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് 25th ഏപ്രിൽ ഇത് 2022 കേട്ടോ, 25th ഏപ്രിൽ 21 ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 25th ഏപ്രിൽ 22 ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് 17th ജൂലൈ 23 ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇന്ന് നിൽക്കുന്നത്. സോ ബുള്ളിഷ് സെന്റിമെന്റ് തന്നെയാണ് മാർക്കറ്റിലുള്ളത്. സോ ഓൾ ടൈം ഹൈ എന്നുള്ളത് കുറച്ചും കൂടെ ദൂരമാണ്. ഇനി ഒരു ഓൾമോസ്റ്റ് ഇപ്പം ഒരു 160 പോയിന്റ്സോളം ഇനി നമുക്ക് തിരിച്ച് കയറാനുണ്ട്. എന്നാലേ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യത്തുള്ളൂ. സോ എന്നാലും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലാണ്. സോ ഇത് നമ്മൾ ഇതിന്റെ ഒരു നോക്കൂ, ഒരു കാര്യം ശ്രദ്ധിക്കുവാണെങ്കിൽ ഇത് 2021 ഒക്ടോബർ ബ്രേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത് ടച്ച് ചെയ്തേക്കെന്ന് പറയുന്നത് ഏപ്രിലാണ്. ഓൾമോസ്റ്റ് ഒരു 7 to 8 മന്ത്സോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് വീണ്ടും 23 ടച്ച് ചെയ്തപ്പം വീണ്ടും നമുക്ക് 1 ഇയറിന്റെ ഓൾമോസ്റ്റ് ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ 23 തന്നെ വീണ്ടും അടുത്തൊരു തവണ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ അടുത്തടുത്താണ് വരുന്നത്. ആ ഒരു ലെവലിനെ ടച്ച് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞത് അടുത്തടുത്താണ് വരുന്നത്. സോ അത് നമുക്ക് ബ്രേക്ക് ഔട്ടിന്റെ സാധ്യതകൾ കൂടുതലാണ് വരുന്നത്. ഫ്രീക്വന്റ് ആയിട്ട് ആ ഒരു ലെവലിനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് അത് ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതകൾ കൂടുതലാണ് വരുന്നത്. സോ അതുപോലെ തന്നെ മാർക്കറ്റ് ഇന്ന് ആ ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. സോ ഇനി അത് ഓൾ ടൈം ഹൈയും കൂടെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്.
ഓക്കെ. അതുപോലെ തന്നെ അടുത്ത മേജർ സ്റ്റോക്ക് ആയിട്ടുള്ള HDFC ബാങ്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് വീക്ക്ലി ടൈം ഫ്രെയിം ആണ്. സോ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഇച്ചിരി ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലാണ്. മാർക്കറ്റ് പലതവണ വന്ന് ആ ഒരു ലെവലിനെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ വീണ്ടും HDFC ബാങ്ക് നോക്കുവാണെങ്കിൽ അതൊരു ബ്രേക്ക്ഔട്ടിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ. സോ അതിന്റെ ഡെയിലി ടൈം ഫ്രെയിമിനകത്ത് പോയി നോക്കുവാണെങ്കിലും നമുക്ക് കാണാം ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഓക്കെ. സോ ഇതിന്റെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ഒരു ഇന്നത്തെ മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് സോ അവിടുന്ന് ഒരു സെല്ലിംഗ് വന്നിട്ടാണ് മാർക്കറ്റ് ഇന്ന് ഫോളോ ചെയ്തേക്കുന്നത്. ഓക്കെ. സോ ഫോളോ എന്ന് പറയുന്നത് ഇതായിരിക്കും ഇതിന്റെ ഒരു സെല്ലിംഗ് റേഞ്ച് ആയിട്ട് വന്നേക്കുന്നത്. സോ ഇതായിരിക്കും ഇന്നത്തെ ഇതിന്റെ സെല്ലിംഗ് റേഞ്ചും അതുപോലെ തന്നെ ഇതായിരിക്കും ഇന്നത്തെ ബൈയിങ് റേഞ്ചും. സോ ഈ രണ്ട് ലെവലും നാളെ ഇത് കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലാണ്. കാരണം ഇത് ഓൾമോസ്റ്റ് ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഇത് സോ ഈ രണ്ട് ലെവൽസും ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും ഈ രണ്ട് ലെവലിലും. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ അനാലിസിസ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ നാളെ വീണ്ടും ഫർദർ അനാലിസിസുമായിട്ട് നമുക്ക് നാളത്തെ ഒരു ഒബ്സർവേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.